സപ്ലൈകോയുടെ ആലൻ നോട്ട്ബുക്കുകൾ വിപണിയിൽ. സപ്ലൈകോ ആലൻ ബ്രാൻഡിലിറക്കുന്ന നോട്ട്ബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിലാണ് സപ്ലൈകോ ഈ വർഷത്തെ നോട്ട്ബുക്കുകൾ പുറത്തിറക്കുന്നത്. അവയവദാനത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മാറ്റുവാൻ ആലനിന്റെ ജീവിതകഥ സഹായിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. വിപണിയെ കണക്കാക്കി മാത്രമല്ല, സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനവുമാണ് സപ്ലൈകോ ആലൻ ബ്രാൻഡിൽ നോട്ട്ബുക്ക് ഇറക്കിയതിലൂടെ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മാതൃകാപരവും ചരിത്രത്തിന്റെ ഭാഗവുമായ തീരുമാനമാണ് ആലനിന്റെ മാതാപിതാക്കൾ എടുത്തതെന്നും മന്ത്രി പറഞ്ഞു. നോട്ട്ബുക്കിന് ആലനിന്റെ പേര് നൽകുന്നതിലൂടെ സപ്ലൈകോ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വലുതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ടി.ജെ. വിനോദ് എം.എൽ.എ. പറഞ്ഞു. ഹൈബി ഈഡൻ എം.പി., മേയർ വി.കെ. മിനിമോൾ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അവയവദാന സന്ദേശത്തിലൂടെ അനേകം പേർക്ക് ജീവിക്കാനുള്ള ആത്മവിശ്വാസം നൽകാനാകുമെന്ന് ഹൈബി ഈഡൻ എം.പി. പറഞ്ഞു. മനുഷ്യസ്നേഹത്തിന് ഊന്നൽ നൽകിയ തീരുമാനമായിരുന്നു ആലനിന്റെ മാതാപിതാക്കളുടേത് എന്ന് മേയർ വി.കെ. മിനിമോൾ പറഞ്ഞു. അതിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞ് ആലിൻ്റെ ഓർമ്മകൾ അനശ്വരമായി നിലനിൽക്കട്ടെ എന്ന ഒരു ഐഡിയയിൽ നിന്നും നമ്മുടെ ഈ വർഷത്തെ നോട്ട്ബുക്കുകൾക്ക് ആലിൻ എന്ന പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം നമ്മുടെ അടുത്ത് സഹകരിച്ച ഒരുപാട് ടി.ജെ. വിനോദ് അവർകൾ എം.എൽ.എ. ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി ഇന്ന് നമ്മൾ പ്രകാശനം ചെയ്യുന്ന നോട്ട്ബുക്കുകൾ ഈ ഒരു ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിലേക്ക് ഹാർദവമായി സ്വാഗതം. ശ്രീമതി ഷെറിൻ ആൻഡ് ജോണിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏതൊരു സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ അടുത്ത തലമുറ പഠിച്ചു വളരുന്നത് നോട്ട്ബുക്കുകളിലൂടെയാണ്, എഴുതി വളരുന്നതും നോട്ട്ബുക്കുകളിലൂടെയാണ്. ഈ ഒരു ഉദ്യമത്തിലൂടെ ആരും ഈ ലോകത്തിന് നൽകിയ സന്ദേശം വേദാന്തത്തിൻ്റെ മാത്രമല്ല, മറ്റ് കാര്യങ്ങളിലുള്ള എല്ലാ ഒരു ത്യാഗത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സന്ദേശം കേരളത്തിൻ്റെ വളർന്നു വരുന്ന തലമുറകൾക്ക് ഈ ആലൻ സീരീസ് നോട്ട്ബുക്കുകളിലൂടെ പകർന്നു നൽകാൻ ഉതകും എന്ന ഉത്തമ വിശ്വാസത്തിൽ ഞാൻ ഈ പരിപാടിയിൽ വന്നിട്ടുള്ള എല്ലാവരെയും ഹാർദവമായി ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. വാക്കുകൾ നടത്തുന്നു. ശ്രീ ഹൈബി ഈഡൻ, കൊച്ചിയുടെ മേയർ, ചരിത്രപരമായ വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങിലാണ് ഞാനും നിങ്ങളും പങ്കെടുക്കുന്നത്. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമനയുടെ അവയവദാനത്തിലൂടെ സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞ വലിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നും ഓർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നോട്ട്ബുക്ക് ആയി അവരെ ഇന്ന് നൽകുന്നത്. അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം ഞാൻ അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കവർ ഡിസൈനിങ് മറ്റു കാര്യങ്ങളും എല്ലാം തേവര കോളേജിലെ വിദ്യാർത്ഥി ആലൻ ബ്രാൻഡ് നോട്ട്ബുക്ക്
മിനിമോൾ മേയർ ശ്രീ ജയകൃഷ്ണൻ നോട്ട്ബുക്കുകളുടെ പ്രകാശനം നിർവഹിക്കുമ്പോൾ അതേറെ അർത്ഥവത്തും വലിയൊരു സന്ദേശവും നൽകുന്ന ഒന്നായി മാറുകയാണ്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ആലിൻ സീരീസ് ഓഫ് നോട്ട്ബുക്കുകളുടെ പ്രകാശനമാണ് സപ്ലൈകോ ഇന്നിവിടെ നടത്തുന്നത്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ ഏറെ നമ്മൾ ശ്രദ്ധിച്ച ഒന്ന് തന്നെയാണ്. അത് മലയാളികളെന്നല്ല, ലോകത്തെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിലും വിവിധ ഭാഷകളിലും ഒക്കെ ഉള്ളവർ ഏറെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കിയ, ഒരുപാട് പേരുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വാർത്തയായിരുന്നു ആലിൻ്റെ. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന നിലയിൽ ലോകത്തെമ്പാടും വലിയ ഒരു സന്ദേശവും മാതൃകയുമായി ആ കുഞ്ഞിൻ്റെ ജീവിതം കടന്നു വന്നിരിക്കുകയാണ്. അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ആലിൻ്റെ മാതാപിതാക്കൾ വേദിയിലുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു മാനസികാവസ്ഥയിൽ അവരെടുത്ത ഒരു വലിയ തീരുമാനം എന്ന് പറയുന്നത് അതവരെ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ദൈവം നൽകിയ ഒരു ചിന്തയായിരിക്കാം അങ്ങനെ നൽകണം എന്നുള്ളത്. ആലിൻ എന്നുള്ള കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് പകർന്ന് മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ, മറ്റു കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിയുന്ന നിലയിലേക്ക് ആവണമെന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നത് ഒരു ദൈവിക ഇടപെടൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അനുഭവം എന്താണെന്ന് അവർക്ക് അറിയാൻ കഴിയും. എന്തായാലും അങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ അവരങ്ങ് തീരുമാനം എടുത്തു എന്നുള്ളത് അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്ന് നിലകൊള്ളുകയാണ്. ആലിൻ്റെ ഈ സംഭവം അറിഞ്ഞ് അന്ന് ഞാനും നിങ്ങളെപ്പോലെ തന്നെ അത് മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞ് ഞാനത് ഒരുപാട് ഫോളോ ചെയ്തൊരു വാർത്തയായിരുന്നു. പത്രത്തിലൂടെയും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത വന്നപ്പോൾ ഞാൻ ഒരുപാട് ഫോളോ ചെയ്ത ഒരു വാർത്തയായിരുന്നു. അത് ഒരു മല്ലപ്പള്ളി സ്വദേശികളാണ്, ഞങ്ങൾ വീണ്ടും എടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അന്നുണ്ടായ അപകടവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കാനിടയായത്. ഇങ്ങനെയുള്ള ഞാൻ മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ ഇങ്ങനെ ഞാൻ അന്ന് വായിച്ച, അല്ലെങ്കിൽ മനുഷ്യരെ എല്ലാം ഏറെ സ്പർശിച്ച ഒരു വാർത്തയുടെ ഭാഗമായ ഒരു ഉദ്യമം തന്നെ ആദ്യത്തേതുണ്ടായ നിലയിൽ നിർവഹിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്ന ഒന്നല്ല. ഇതൊരു സന്തോഷത്തിൻ്റെ വേളയാണ് എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മാതൃകയായ ഒരു കുഞ്ഞിൻ്റെ ഒരു സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു ചടങ്ങ് എന്ന നിലയിൽ നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ഇത് സപ്ലൈകോ ശബരി ബ്രാൻഡിലാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ അത് ആലിൻ ബ്രാൻഡിൽ ആലിൻ സീരീസ് ഓഫ് ബുക്സ് എന്ന നിലയിൽ അത് പുനർനാമകരണം ചെയ്താണ് ഈ പുസ്തകങ്ങൾ ഇന്നു മുതൽ ഭാവിയിലേക്ക് വിപണിയിൽ ഉണ്ടാവുന്നത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ചുമതലയേറ്റതിന് ശേഷം MD എന്നെ വിളിച്ച് ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ആശയങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താനിടയായി. അതിൻ്റെ ലോഗോ ഒക്കെ വളരെ മനോഹരമായ നിലയിൽ ഒരു മാലാഖയുടെ ചിത്രമാണ്. തേവര കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ ഒരു മനോഹരമായ ലോഗോ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവിടെ ആലിൻ്റെ മുഖമല്ല നൽകിയിരിക്കുന്നത്, മാലാഖയുടെ മുഖമാണ്. അത് വിവിധ സീരീസിലാണ് ആ ബുക്സ് വന്നിരിക്കുന്നത്. ഇപ്പം 3 തരത്തിലുള്ള കവറിലാണത് പോയിരിക്കുന്നത്. ഇത് സപ്ലൈകോയുടെ ഒരു വലിയ വിപണി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിൽ നിന്ന് ലഭിക്കുന്നതും വർഷങ്ങളായിട്ട് ഈ ബ്രാൻഡഡ് ബുക്സ്, ശബരി ബുക്സ് വിപണിയിലുള്ളതാണ്. ഞാനിതിനു മുമ്പും വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന അവസരങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വന്നിട്ടുള്ള ഒന്നാണ്. എന്തായാലും ഇന്ന് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ഒരു വേറെ ഒരു വിപണിയെ കണക്കാക്കിയൊന്നുമല്ല. ഇതൊരു സോഷ്യൽ ആയിട്ടുള്ളൊരു സാമൂഹിക ഉത്തരവാദിത്വം, ഒരു സാമൂഹിക പ്രതിബദ്ധത വിളിച്ചറിയിക്കുന്ന നിലയിൽ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ നല്ല ഓർമ്മകൾ, ആലിൻ്റെ നല്ല ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിൽക്കാൻ കഴിയട്ടെ. അവയവദാനത്തെ സംബന്ധിച്ചുള്ള വലിയ തെറ്റിദ്ധാരണ ഇന്നും സമൂഹത്തിലുണ്ട്. അതൊരു ഫാക്റ്റാണത്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു അവയവം ദാനം ചെയ്യുന്നത് ഒക്കെ ഇന്നും പലപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വിമുക്തതയൊക്കെ പലപ്പോഴും നിലനിൽക്കുന്നു എന്നത് വസ്തുതയാണ്. അത് മാറുവാൻ തീർച്ചയായിട്ടും
ഇങ്ങനെയുള്ള ഈ ഒരു ആലിൻ്റെ ജീവിതം അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഒരു സംഭവം ഇടയാവും എന്നുള്ളത് തന്നെ ഞാൻ കരുതുകയാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുമ്പോൾ ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വെറുതെ മണ്ണിനോട് ചേരുകയല്ല, എന്നാൽ പോകുമ്പോൾ മറ്റുള്ള ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവർക്ക് ആശ്വാസമാവാൻ കഴിയുക എന്നത് അതൊരു മഹത്തരമായ സന്ദേശമാണല്ലോ. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാൻ ഒരു അവബോധം സൃഷ്ടിക്കുവാൻ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള അവയവദാനം അതെല്ലാം മഹത്തരമാണ്. പക്ഷേ ആലിൻ്റെ വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്, ആദ്യമേ പറഞ്ഞ പോലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന നിലയിൽ അത് വളരെ സ്ട്രോങ് ഒരു മെസ്സേജ് അത് പൊതു ഇടങ്ങളിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു ആലിൻ സീരീസ് ഓഫ് നോട്ട്ബുക്സ് വരും വർഷങ്ങളിൽ നമ്മുടെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലൂടെ മറ്റ് വിപണികളിലൂടെയും ഒക്കെ എത്തിക്കും. അതിന് കൂടുതൽ വിപുലീകരിക്കുവാനുള്ള നടപടികളും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. സപ്ലൈകോയുടെ വിശദമായ യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ വരുന്ന വെള്ളിയാഴ്ച ഞാൻ കൂടുന്നുണ്ട്. അതിനുശേഷം എൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മീറ്റിങ്ങുകൾക്ക് ശേഷം അതിനെ സപ്ലൈകോയെ കുറച്ച് റീവാമ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് വിശദമായ നിലയിൽ പ്രസ് മീറ്റ് വിളിച്ച് ഞാൻ അറിയിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ, മറ്റ് എല്ലാവരെയും അവരെ പ്രത്യേകമായി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ആലിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇതിന് മുൻകൈ എടുത്ത തേവര കോളേജിലെ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി 5 മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം അത് എങ്ങനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഇതുവരെയും എനിക്ക് അറിഞ്ഞുകൂടാ. പല മാധ്യമങ്ങളും ഞങ്ങളെ സമീപിച്ചു, ഒരു ബൈറ്റ് തരണം എന്നും പറഞ്ഞു. പക്ഷേ അതിനുള്ള ധൈര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും സപ്ലൈകോ ഞങ്ങളെ ക്ഷണിച്ച് ഇവിടെ എത്തി ഞങ്ങളെ ആദരിച്ചപ്പോൾ ആ ആദരവ് വളരെ വിനയത്തോടെ ഏറ്റുവാങ്ങുകയാണ്. കുഞ്ഞിൻ്റെ അടക്കം കഴിയുന്നതിന് മുൻപ് തന്നെ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും പലരും ഞങ്ങളെ സമീപിച്ചിരുന്നു. ബ്രാൻഡ് ചെയ്യാം, കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഞങ്ങൾ അപ്പാടെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങളെ കലാമേഡം എന്നെ വിളിക്കുകയും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പം ഏറ്റവും അമാന്തിക്കാതെ തന്നെ ഇത് മുമ്പോട്ട് പോകാം എന്ന് ഒരു തീരുമാനം എൻ്റെ മനസ്സിന് തോന്നി. ഞങ്ങളത് ചെയ്തു. അത് ഏറ്റവും മഹത്തായ തീരുമാനമാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ലോഗോ വളരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കാരണം ആ കുഞ്ഞുമാലാഖയുടെ തലമുടി വളരെ ഞങ്ങളെ ടച്ച് ചെയ്യുന്നതാണ്. കാരണം അവൾ ഒരിക്കൽ പോലും മുടി ചീകി വെച്ചാൽ പോലും അവൾ തന്നെ അത് ഉഴപ്പിക്കളയും. അതുപോലെ ഉള്ളൊരു മുടിയാണ് അതിൽ വരച്ച് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്ഷൻ ഷെയർ ദ ഗിഫ്റ്റ് ഓഫ് ലൈഫ്, അതും വളരെ ഹൃദയസ്പർശിയാണ്. ഞങ്ങളുടെ ജീവനെ തന്നെയാണ് ഞങ്ങൾ പകുത്ത് നൽകിയിരിക്കുന്നത് എന്ന് ഉറച്ചു പറയാൻ കഴിയും. അതിന് SH തേവര വിദ്യാർത്ഥികളും അധ്യാപകരുമായ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായ ലോഗോയും ക്യാപ്ഷനും വളരെ രസകരമായ ബുക്കുകളും ചേർത്തതിന് നന്ദി അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പള്ളി ഇടവകയിൽ ഞങ്ങളുടെ യുവജന സുഹൃത്തുക്കൾ ഇത് പ്രകാശനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ അടുത്തുള്ള 3 സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളോടൊപ്പം
ഈ ആലിൻ നോട്ട്ബുക്കുകളും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയാണ്. അതിലും ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങളെ ക്ഷണിക്കാൻ 2 വട്ടം ഇവിടെ നിന്ന് PR മേഡം, കല മേഡം, അനുജ മേഡം, ജയ് സാറ് ഒക്കെ ഞങ്ങളെ നിരന്തരം കോണ്ടാക്ട് ചെയ്ത് 2 വട്ടം പ്രൂഫ് കാണിക്കുന്നതിനും നോട്ട്ബുക്കുകൾ തരുന്നതിനും എല്ലാം ഞങ്ങൾ എടുത്തു തന്നു. അതെല്ലാം ഇത്രയും ദൂരം ഞങ്ങളെ കരുതിയതിന് ഞങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് സാർ, ഹൈബീഡൻ സാർ, ജയകൃഷ്ണൻ സാർ, എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും മുമ്പോട്ടും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം. അനൂപ് ജേക്കബ് സാർ പറഞ്ഞതുപോലെ ഒരു ദൈവ നിയോഗം തന്നെയാണ് ഇത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. എവർക്കും നന്ദി.